തൂഫാന്റെ ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയായി. രണ്ടാം ഘട്ടം ഓണത്തിന് ശേഷം, അതായത് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വീടുകൾ കേന്ദ്രീകരിച്ച് ഓരോ വീട്ടിലും വന്ന് പരിശോധന നടത്തുന്ന രീതിയിൽ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകണം. ഓണത്തിന് ശേഷം അത് തുടങ്ങും. അപ്പം നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ മിടുക്കം നമുക്കിതിനെ പറയാൻ പറ്റുമോ? പിന്നെ 100% ഉറപ്പല്ലേ. കാര്യം രമേശ് ചെന്നിത്തലയുടെ ആ ഒരു പ്രഖ്യാപനം തൂഫാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ എല്ലാവരും നെറ്റ് ചുളിച്ചു. എന്താണ് ഈ രമേശ് ചെന്നിത്തല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് എങ്ങനെ ഇത് അർത്ഥമാക്കുന്നത്? തന്നെയല്ല, നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നെല്ലാം പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കർണാടക, പിന്നെ ആന്ധ്രാപ്രദേശ്, മേഘാലയ, ഹിമാചൽ പ്രദേശ്, അങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കും? ഇപ്പം ഗോവ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഉണ്ട്, റാക്കറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ ഇതിനെ തടയും എന്ന് പറയുന്ന ഒരു വലിയ ചർച്ച നമ്മുടെ കേരളത്തിലുണ്ടായി. തടയുക എന്ന് പറയുമ്പോൾ ഇത് വെറുതെ ഒരു ഘട്ടത്തിൽ കുറെ ഓടി പിടിച്ച് നിർത്തലാക്കുക എന്നുള്ളതല്ല. 75 ദിവസം പിന്നിട്ടു. അപ്പോൾ ഏകദേശം 2.5 മാസം കഴിയുന്നു ആ ഒരു ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട്. സ്വാഭാവികമായിട്ടും ഈ 75 ദിവസവും ഒറ്റ രീതിയിലാണ് പോയത്. അതുകൊണ്ടാണ് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പം ആദ്യ ഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴേ 9757 വരുന്ന കേസുകൾ അറസ്റ്റ് നടന്നിട്ടുണ്ട്, കേസുകൾ പിടിച്ചിട്ടുണ്ട്. അതിൽ 9047 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 75 ദിവസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് ഏകദേശം 10,000-ഓളം വരുന്ന ലഹരി കേസുകളാണ്. ഞെട്ടിക്കുന്ന വിവരമല്ലേ ഈ 10,000-ഓളം വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏകദേശം ഒരു 10 ഗ്രാം വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാലും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എത്ര കോടി രൂപയുടെ മയക്കുമരുന്നും കഞ്ചാവും ഹാഷിഷ് ഓയിലും ഇതെല്ലാം കൂടെ നമ്മുടെ നാട്ടിൽ പ്രചരിക്കാനിരുന്നു എന്ന് ആലോചിച്ച് നോക്കും. ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട പിടിച്ചെടുക്കപ്പെട്ട കേസുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് കൂടാതെ എത്ര കേസുകൾ ഇപ്പം ഓൺഗോയിങ് ആണ് കേസുകളെന്നല്ല, എത്ര ആളുകൾ ഇപ്പം ഡ്രഗ് പെഡ്ലേഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവരെയൊക്കെ പിടിക്കണ്ടേ? ഇവരൊക്കെ പിടുത്തം വീഴണം. ഇതിന് പിടുത്തം വീഴുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഡ്രഗുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയും തുടർന്ന് ആ സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ മന്ത്രിമാരുമായിട്ടൊക്കെ ഇക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും തുടർന്ന് ഇതിനെ കൂച്ചുവിലങ്ങിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു വേണ്ട നീക്കങ്ങളാണ് സത്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് സത്യം പറഞ്ഞ തൂഫാൻ വിഷയത്തിൽ ചെന്നിത്തലയുടെ ഒരു ഐഡിയ ഭയങ്കരമായിപ്പോയി. അത് ഐഡിയ ഉണ്ടാകുക മാത്രമല്ല, സാധാരണഗതിയിൽ ഇപ്പോൾ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലഹരിയെ അത്ര പെട്ടെന്ന് നിരായുധീകരിക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി പാടാണ്. പലയിടങ്ങളിലൂടെ വരാം, പല തരത്തിലേക്ക് ഇവിടേക്ക് വരാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെയെല്ലാം മുളയിലെ നുള്ളുക എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ് ഇതിന്റെ ഓപ്പറേഷൻസ് പൂർണ്ണമായി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പം ചെറിയ കേസുകളല്ല, 10,000-ഓളം വരുന്ന കേസുകളാണ് പിടിക്കപ്പെട്ടത്. അത് അത്ര തന്നെ അതിന്റെ വളരെ വിരളം എന്നുള്ള നിലയിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാതെ പോയിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്യാതെ പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം കേസ് രജിസ്റ്റർ ചെയ്തു, അതും അത്ര തന്നെയുണ്ട്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇപ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി പരിപാടികൾ ആരംഭിക്കുക, അതായത് ലഹരി മുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് വീടുകൾ കേന്ദ്രീകരിച്ചു. സത്യം പറഞ്ഞാൽ ഓരോ വീട്ടുകാരും വിചാരിച്ചാൽ മതി. അപ്പോൾ അതിനെ മുൻകൂട്ടി മനസ്സിലാക്കുക. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ഇപ്പം ഷാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഷാജിയാണ്, KM ഷാജി. അപ്പൊ ഷാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇപ്പോൾ അവിടുത്തെ അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, അതല്ലെങ്കിൽ അവിടുത്തെ ആശാ വർക്കർമാർ, ഇവരെ എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകളാണെങ്കിലും ഈ പറയുന്ന ആശാ വർക്കർമാർക്കിടയിലും ഈ ഡ്രഗ്സിന്റെ ദൂഷ്യഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയധികം സ്ത്രീകളുണ്ടെന്നറിയാം. നമുക്ക് അമ്മമാരെ എടുത്തിട്ട് ഉപദ്രവിക്കുക, അമ്മമാരെ റോഡിലിട്ട് തല്ലുന്ന ചില മക്കളുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു നിത്യ കാഴ്ചയായി മാറിയ സംഭവങ്ങളാണ്. ലഹരിക്ക് പൈസ ചോദിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അമ്മയെ വഴിയിലിട്ട് വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ അമ്മയെ വഴിയിലിട്ട് ഉപദ്രവിച്ചു. അപ്പൊ അമ്മ മകൻ
എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇല്ലാതാവുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ ആശാവർക്കർമാർക്കിടയിലും ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിലും ഒക്കെ എത്രത്തോളം ഈ ലഹരി എന്ന് പറയുന്ന സാധനം വിപത്തായി മാറുന്നു എന്നുള്ളതിനെ കുറിച്ച് ചെന്നിത്തലയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായ ഒരു ഓപ്പറേഷനിലൂടെ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. ആവശ്യമെങ്കിൽ ഈ പറയുന്നവർക്ക് നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, അപ്പൊ അങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ കൗൺസിലിംഗ് നടന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. കൗൺസിലിംഗ് നടന്നിട്ടുണ്ട്. അവരെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പൊ കൗൺസിലിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 559 പേർക്ക് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഏകദേശം 8,000-ലധികം ബോധവൽക്കരണ ക്ലാസ്സുകൾ ഈ പിന്നെ തൂഫാനിലൂടെ നടന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം സ്കൂള് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അത് വന്നിട്ട് 6,000 ചില്ലുവാനം ഇത് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടില് പിന്നെ ലഹരിയുടെ കണക്ക് നമ്മൾ നോക്കിയാൽ ഏകദേശം ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ ഏകദേശം 7.46 കിലോഗ്രാം, ഏകദേശം 7,460 ഗ്രാം നമ്മുടെ കേരളത്തിലേക്ക് പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. MDMA 7,460 ഗ്രാം. ഒരു ഗ്രാമിന് ഇന്ന് 3,000 മുതൽ 10,000 രൂപ വരെ വില മതിക്കുന്നതാണ്. നമുക്ക് അതിന്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു 10,000 രൂപ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കി നോക്കിയാലും ഏകദേശം എത്ര ലക്ഷം രൂപയുടെ മുതലാണ് 7,460 തന്നെ 10,000 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് തുക കിട്ടുന്നത്? അത്രയും സാധനം നമ്മുടെ കേരളത്തിൽ പിടിച്ചെടുത്തു. ചെറുതല്ല. ഇപ്പൊ 7,460 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ അല്ല. അതായത് ഗ്രാം കണക്ക് വരുമ്പോ ചെറുതല്ല. കിലോ കണക്ക് വരുമ്പോ 7.5 കിലോ സാധനമല്ലേ. ഈ 7.5 കിലോ സാധനം നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ ഉപയോഗിച്ച് തീരുമ്പോ അവരുടെ തലച്ചോറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുമോ? ഈ 7.5 കിലോ സാധനം നമ്മുടെ കുട്ടികളിൽ ഇല്ലാതെയാവും. അവരുടെ മൂക്കിൽ കൂടെ ബ്ലീഡ് ചെയ്യും ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ. അമിതമായി ഉപയോഗിച്ചു നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടും. നമ്മുടെ ഭാവി തലമുറ ഈ 7,000 ചില്ലുവാനം കിലോഗ്രാം, അതും വളരെ മൈന്യൂട്ടായിട്ടാണ്, ഗ്രാം കണക്കിനാണ് ഈ സാധനം ഉപയോഗിക്കേണ്ടത്. ഈ 7,000 ചില്ലുവാനം കിലോഗ്രാം നമ്മുടെ കേരളത്തിലെ നമ്മുടെ കുട്ടികൾക്കിടെ കിടന്ന് കറങ്ങുമ്പോൾ ഇവർക്കുണ്ടാവുന്ന മാനസികാഘാതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ അറിയാം അതിന്റെ ഒരു അസുഖം. 1 ഗ്രാം വെച്ച് 7,000-ലധികം കുട്ടികൾ നശിക്കേണ്ടതാണ്. 7,000-ലധികം കുട്ടികൾ. ഇത് കൂടാതെ കഴിയുന്നില്ല കഞ്ചാവ്. അപ്പൊ കഞ്ചാവ് ഏകദേശം 958.107 ഗ്രാം കിലോഗ്രാം. 1000 കിലോഗ്രാം കഞ്ചാവ്. 1000 തന്നെ നമുക്ക് കൂട്ടാം. 958 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 1000 കിലോഗ്രാം കഞ്ചാവ്. ഒരു ഗ്രാമിന് 100 രൂപയൊക്കെ വരും. 1 ഗ്രാമിന് 100 രൂപ അത്ര വരത്തുള്ളൂ തന്നെ. അപ്പം പിന്നെ 1000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, എത്ര ഗ്രാം ആയിരിക്കും എന്നാണ് ആലോചിച്ച് നോക്കിയാൽ മതി. അത്രയും രൂപ 100 രൂപ വെച്ചിട്ട് അത്രയും രൂപയുടെ ബിസിനസ് നമ്മുടെ കേരളത്തിൽ നടക്കേണ്ടതായിരുന്നു. പിടിച്ചില്ലേ? അത് പോയി. ഹാഷിഷ് ഓയിൽ. അപ്പം പിന്നെ 2000 മുതൽ 1,500, 2,000 ആ റേഞ്ച്, അല്ലെങ്കിൽ 5,000 കൂട്ടിക്കും, അത്രയും റേഞ്ച് വരുന്ന ഹാഷിഷ് ഓയിൽ തന്നെ ഏകദേശം നമ്മുടെ നാട്ടിൽ 4,720 ഗ്രാം ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം വിപണനം നടക്കുന്നത് കിലോഗ്രാമിലല്ല. അവിടെയാണ് നല്ല രസം. ഈ നമ്മൾ ഈ ഹാഷിഷ് ഓയിലിന്റെ ആണെങ്കിലും പിന്നെ ഇതിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ കൊക്കൈൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഇതൊക്കെ ബ്രൗൺ ഷുഗർ ഒക്കെ പഴയത്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പെത്തഡിൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പഴക്കമുള്ളത്, അതൊക്കെ ഈ പറയുന്ന 80s ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ 70s ടീമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. അതൊന്നും കാര്യമൊന്നുമില്ല. എല്ലാം ദോഷമാണ്. ഇപ്പൊ മാറി MDMA, കഞ്ചാവ് ഒക്കെ പണ്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. 89-ൽ എന്തോ ആണ് അതിനെ ഒരു വിലയില്ലാതായി. അത് കഞ്ചാവ്. എന്നാലും ആലോചിച്ച് നോക്കൂ, ഏകദേശം 100 രൂപയ്ക്ക് 1 ഗ്രാമിന് വരും. ഇതിലെ ഗ്രാമിലാണ് കച്ചവടം നടക്കുന്നത്, കിലോഗ്രാമിലല്ല. ഗ്രാമിലാവുമ്പോൾ പിന്നെ ഇതൊക്കെ ചെറിയ തോതിൽ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ തലച്ചോറിനെ ഇല്ലാതാക്കാൻ ഈ സാധനമൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടൊക്കെയല്ലേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ തലച്ചോറ് പോകുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം നമ്മുടെ ഒരു സമ്പദ്ഘടനയെ തന്നെ തകർക്കാൻ തക്ക ശേഷിയുള്ള അത്രയും തുകയുടെ സാധനം നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ. ഈ പറയുന്ന എല്ലാ സാധനങ്ങൾക്കും 100, 200, 300 രൂപയ്ക്കാണ് ഓരോ ഗ്രാം സാധനങ്ങൾ കുട്ടികൾ മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇതിന് പണം വേണം.
എവിടെ നിന്ന് ഈ പണം ഉണ്ടാക്കും? അച്ഛനെ അമ്മയുടെയൊക്കെ കീശയിൽ നിന്ന് എടുത്തിട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് എടുക്കും. അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനെ വെട്ടിക്കൊല്ലും. നമുക്കറിയാം, നമ്മുടെ പിന്നെ അയൽപക്കത്തുള്ളവർ അല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ടുള്ള, നമ്മളൊക്കെ ഈ വാർത്ത ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, ലഹരി അമിതമായ ഉപയോഗം കൊല്ലുകയാണ്, കാമുകിയെ കൊല്ലുകയാണ്, അച്ഛനെ കൊല്ലുകയാണ്, അമ്മയെ കൊല്ലുകയാണ്, സ്വന്തം സഹോദരനെ കൊല്ലുകയാണ്. നമ്മുടെ തലച്ചോറ് മന്ദീഭവിച്ചു പോകും. നമ്മുടെ തലച്ചോറിനെ ഇല്ലാതാക്കിക്കൊണ്ട് വലിയ ഭീമന്മാര് സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിതൊന്നും അറിയുന്ന പോലും ഇല്ല. ഈ പറയുന്ന ഇവിടെ മുഖം നോക്കാനുള്ള നടപടി, ചെന്നിത്തലയുടെ ഒരു പ്രത്യേക ഇതാണ്, മുഖം നോക്കാൻ നടപടി എടുക്കുക. ചെന്നിത്തലയ്ക്ക് അറിയാം, ചെന്നിത്തല 10-20 വയസ്സുണ്ട്, 2 മക്കളുണ്ട്. അപ്പൊ ചെന്നിത്തലയ്ക്ക് അറിയാം ഈ പറയുന്ന ലഹരി വസ്തുക്കൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് അറിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും 75 ദിവസം കൊണ്ട് 9000-ത്തിലധികം 10,000-ഓളം കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ചെറിയ കാര്യമല്ല 10,000 കേസുകൾ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലേ? ഒരു 75 ദിവസമേ ആയിട്ടുള്ളൂ. ദിവസം ഒരു കേസ് എന്നുള്ള നിലയിലാണെങ്കിൽ പോലും 75 കേസേ വരാൻ പാടുള്ളൂ. നമ്മുടെ മുന്നിലെ കണക്കാ, ദിവസം ഒരു കേസ്, ഡെയിലി ഒരു കേസ് പിടിച്ചോട്ടെ. ഒരു കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ഒരു MDMA കേസ് പിടിച്ചു, അല്ലെങ്കിൽ ഒരു ഹാഷിഷ് ഓയിലോട്ട് പിടിച്ചു. ഇത് ഒരെണ്ണം ആണെങ്കിൽ 2 ആണെങ്കിൽ 150 വരാൻ പാടുള്ളൂ. 3 ആണെങ്കിൽ എത്ര വരും? ഏകദേശം ഒരു 150-ഉം ഒരു 75 കൂടെ വരും. എത്ര? 225 വരും. അപ്പോഴും കിടക്കാണ്. അപ്പൊ എത്ര കേസാണ് പ്രതിദിനം നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ പേരിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ വഴി പിടിക്കുന്ന ആലോചിച്ചു നോക്ക്. ഈ പറയുന്ന 10,000 കേസുകൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മൾ കാണുന്ന, എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീകളുടെ വനിതാ പോലീസിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഈ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ തൂഫാൻ ഗംഭീര വിജയമാണ് എന്ന് തന്നെ പറയാം. നമ്മുടെ അത്രയും കുട്ടികൾ നമ്മുടെ ഇടയിൽ നിന്ന് ഇത്രയും കേസുകൾ പിടിക്കുമ്പോൾ അത്രയും കുട്ടികൾ നമ്മുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു. 7000 കിലോ എന്ന് പറയുമ്പോൾ 7000 കിലോ, 7000 ആളുകൾ, 7000 കുട്ടികൾ ആ സാധനത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് വേണം നമ്മൾ കരുതേണ്ടത്. അപ്പൊ എന്താണെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടം വരട്ടെ, നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികൾക്ക്, അമ്മമാർക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർക്കും, നമ്മുടെ തൊഴിലുറപ്പ് സ്ത്രീകളും, അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽപ്പെട്ട എല്ലാവരും ഇതിന് ശക്തമായി പൊരുതട്ടെ. കാരണം ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു പുതിയൊരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയാണ് ശരിക്കും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായത്.